ബ്രിട്ടനിൽ എന്താണ് ഇന്നലെ രാത്രിയിൽ സംഭവിച്ചത്? ആ ബ്രെക്സിറ്റ് എന്ന് പറയുന്ന തീരുമാനം വഴി ബ്രിട്ടന് എന്ത് സംഭവിക്കും? യൂറോപ്യൻ യൂണിയന് എന്ത് സംഭവിക്കും? ഇന്ത്യക്ക് എന്ത് സംഭവിക്കും? വാസ്തവത്തിൽ മലയാളികൾ ധാരാളം പേർ ഇത്തരം ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ചാനലുകൾ ഇപ്പോൾ കാണിക്കുന്ന പല കാര്യങ്ങളിലും പാതി അറിവിൻ്റെ വിളംബരമാണ്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചിരുന്നു എന്താണ് ബ്രെക്സിറ്റ് എന്ന്. യഥാർത്ഥത്തിൽ ബ്രിട്ടനിലേക്ക് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ എത്തുകയും കൂട്ടത്തോടെ എത്തുകയും ബ്രിട്ടീഷ് ജനതയുടെ തൊഴിലവസരങ്ങൾ കാർന്നെടുക്കുകയും ചെയ്തതിനുള്ള ഒരു പ്രതികാരം മാത്രമാണ് ഇപ്പോൾ നടന്നത്. എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ വളരെ നല്ല ഒരു സങ്കല്പമായിരുന്നു എന്നർത്ഥം. ആ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ചെറിയ യൂറോപ്യൻ രാജ്യങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തി സാമ്പത്തിക സഹകരണവും മറ്റും നടത്തിയിരുന്ന ഒരു സംവിധാനമായിരുന്നു. യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ രാജ്യങ്ങൾക്ക് പരസ്പരം യാത്ര ചെയ്യുവാനും ജോലി ചെയ്യുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ന് വെച്ചാൽ ജർമ്മനിയിലോ ഫ്രാൻസിലോ ബ്രിട്ടനിലോ ഇറ്റലിയിലോ ഒക്കെയുള്ള ജനങ്ങൾക്ക് ഏത് രാജ്യത്തും പോയി അതാത് രാജ്യം പോലെ തന്നെ ജോലി ചെയ്യാനും ജീവിക്കാനും പഠിക്കാനുമുള്ള അവകാശമുണ്ട് എന്നർത്ഥം. എന്നാൽ 10 വർഷം മുൻപ് 2005 യൂറോപ്യൻ യൂണിയനെ വിപുലപ്പെടുത്താനുള്ള തീരുമാനം യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചു. അതനുസരിച്ച് മുൻപ് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന പോളണ്ടിൻ്റെ നേതൃത്വത്തിലുള്ള ധാരാളം രാജ്യങ്ങൾ, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളും സോവിയറ്റ് യൂണിയൻ്റെ ബ്ലോക്കിൻ്റെ ഭാഗമല്ല, സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ലാത്വിയ, ലിത്വാനിയ തുടങ്ങിയ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായി. പിന്നീട് അത് എക്സ്റ്റൻഷൻ നിന്നുകൊണ്ടേയിരുന്നു. 2 വർഷം മുൻപ് റൊമേനിയയും ബൾഗേറിയയും യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായി. ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഈ രാജ്യങ്ങളിൽ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്. ഈ രാജ്യങ്ങളിലെ ആളുകൾ അവരുടെ രാജ്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് അവരുടെ രാജ്യങ്ങൾ ഉപേക്ഷിച്ച് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, സമ്പന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒഴുകിയെത്തി. അതിൽ മുൻപിൽ നിന്നത് ബ്രിട്ടനായിരുന്നു. പോളണ്ട് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനിലേക്ക് ജനങ്ങൾ വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ബ്രിട്ടീഷ് ജനതയുടെ ജോലി സാധ്യത കുറഞ്ഞു. അവരുടെ വരവ് കണക്കെടുക്കാൻ പോലും സർക്കാരിന് സാധിക്കാതായി. അവർക്കെതിരെ അവരുടെ നിയമനങ്ങളിലും ജോലികളിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന് സാധിക്കാതായി. യൂറോപ്യൻ കോടതികളുടെ ഇടപെടലായിരുന്നു പ്രശ്നം. ഈ ഒരു വികാരം ജനങ്ങളിലേക്ക് വരികയും ഈ ഒരു വിഷയം സജീവമാവുകയും ചെയ്തതോടുകൂടിയാണ് ബ്രെക്സിറ്റ് എന്ന വികാരം സജീവമാകുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്തു. ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ പുറത്ത് പ്രധാനപ്പെട്ട 3 രാഷ്ട്രീയ പാർട്ടികളിലും റിമൈൻ ക്യാമ്പയിനൊപ്പം നിന്നു. എന്ന് വെച്ചാൽ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ തുടരണം എന്ന് വാദിക്കുന്നവരുടെ കൂടെ ഭരണകക്ഷിയായ കൺസർവേറ്റീവുകൾ, മുഖ്യ പ്രതിപക്ഷമായ ലേബർ പാർട്ടി, രണ്ടാമത്തെ പ്രതിപക്ഷ പാർട്ടിയായ ലിബറൽ ഡെമോക്രാറ്റുകൾ ഒരുമിച്ച്